അങ്ങനെ കൂലി എന്ന് പറയുന്ന സിനിമ കണ്ടു. ഫസ്റ്റ് എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, ഈ സിനിമ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു എക്സ്പെക്റ്റേഷനും കൊടുക്കരുത്. ഫസ്റ്റ് തന്നെ പറയാം, ഒരു എക്സ്പെക്റ്റേഷനും ഒന്നും കൊടുക്കല്. ഒരു സാധാരണ ഒരു തമിഴ് സിനിമ കാണുന്ന ഒരു മൈൻഡ് സെറ്റിൽ പോയി കണ്ടാൽ മതി, ഒന്നും കൊടുക്കരുത്. നിങ്ങൾക്ക് ഒരു തമിഴ് പടം കാണണോ, ആ ഒരു മൈൻഡിൽ പോയി കണ്ടാൽ മതി. നല്ലതോ മോശമോ അതൊക്കെ മാറ്റി വെച്ചിട്ട് പോയി കാണുക. ഒരു വലിയ പടമാണ്, അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ പോയി കണ്ടാൽ മതി. വലിയതായിട്ടൊന്നും പ്രതീക്ഷ കൊടുക്കരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി സിനിമയിലോട്ട് കിടക്കാം. സിനിമ ഞാൻ ട്രെയിലർ കണ്ട് എനിക്ക് തന്നെ ഒരു ഹൈപ്പ് കയറ്റിയൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് 2 ദിവസം സിനിമ റിലീസാവുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഞാൻ എല്ലാം കുറച്ച് സമാധാനമായിട്ട് ഞാൻ പോയി കണ്ടതാണ്. പിന്നെ ആദ്യത്തെ ദിവസം തന്നെ നല്ല മോശം റിപ്പോർട്ട് വന്നു. അതൊക്കെ ഞാൻ മൈൻഡാക്കിയില്ല. എനിക്ക് ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ല. 6 മണിക്കുള്ള ഷോയാണ് കണ്ടത്. ലോകേഷ് കനകരാജിൻ്റെ കരിയറിൽ മോശപ്പെട്ട പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ ഒരു സിനിമയിൽ നമ്മളിപ്പം നല്ല ഒരു ഹൈ ലെവൽ സാധനം അല്ലെങ്കിൽ ഹൈ ലെവൽ ബിൽഡ് ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് താഴോട്ട് വരും പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഈ പടത്തിൻ്റെ ഒരു നെഗറ്റീവ്. കാരണം നമ്മളൊരു പോസിറ്റീവ്, അതായത് നല്ലൊരു കിട്ടില്ല ഒരു സാധനം കയറി വരുമ്പോൾ പിന്നെ അങ്ങോട്ട് താഴോട്ട് വരും. ഈ എന്താ പറയുക, മൊത്തത്തിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ പാളിയത് പോലെ ഫീൽ ചെയ്തു. കാരണം ഇതല്ല ലോകേഷിൻ്റെ പടം, ഞാൻ എന്താ പറയുക, ആ പുള്ളിയുടെ ഒരു പടം എങ്ങനെയായിരിക്കും, അത് റേഞ്ച് എത്തിയില്ല. പെർഫോമൻസ് വൈസ് പറയാം, രജനീകാന്തിൻ്റെ പോർഷൻ എനിക്ക് മറ്റേ ഫ്ലാഷ് ബാക്ക് സീൻ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ലാതെ എനിക്ക് പുള്ളിക്കാരൻ്റെ ഒരു ഓറ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് ഇതിൽ കിട്ടിയില്ല. പക്ഷേ ഫ്ലാഷ് ബാക്ക് സീന് ഒരു രക്ഷയില്ല, അത് നൈസ് സാധനമായിരുന്നു കേട്ടോ. പിന്നെ ഉപേന്ദ്രയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു ഉപേന്ദ്രയുടെ ഒരു എൻട്രി ഉണ്ട് മോനെ. ഞാൻ സത്യം എനിക്ക് അത്രത്തോളം ഞാൻ ആ പടം കണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം എന്താണ് ചെയ്ത് വെച്ചേക്കണ ഒരു മൈൻഡ് സെറ്റ് ഇരുന്നപ്പോൾ അവിടെ ഒരു എൻട്രി ലോകേഷ് ഇറക്കി വിടും. ആ ഉപേന്ദ്രയുടെ ഒരു എൻട്രി ഞാൻ എന്താണെന്ന് വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു. അടിപൊളി സാധനം വിത്ത് BGM നൈസായിരുന്നു. ഒന്ന് തലവറിൻ്റെ ഫ്ലാഷ് ബാക്ക്, 2 ഉപേന്ദ്രയുടെ എൻട്രി, ആ ഒരു പരിപാടിയുണ്ട്. പിന്നെ അമീർ ഖാന് എൻട്രി കൊള്ളാം. പിന്നെ ആവശ്യമില്ല, പുള്ളി എനിക്കിതിൽ ആവശ്യമില്ലാതെ എനിക്ക് ഫീൽ ചെയ്തു. അമീർ ഖാൻ്റെ എൻട്രിയൊക്കെ കൊള്ളായിരുന്നു. പിന്നെ നാഗാർജുന കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സൗബിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഗംഗാധരനും, എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഫിലോമിൻ രാജ്. മ്യൂസിക്കിനെ പറ്റി പറയാം, അനിരുദ്ധിൻ്റെ എനിക്ക് അങ്ങോട്ട് എന്താ പറയുക, മറ്റേ പവർ ഹൗസ് കൊള്ളാം. പിന്നെ അത്യാവശ്യമൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. എനിക്ക് വലിയ ഇതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. മോനിക്ക വേസ്റ്റ്, ഞാൻ ഡാൻസ് കളിച്ചുള്ള കാര്യം പറയാമല്ലോ. പിന്നെ അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു, അവിടെ ഡാൻസ് കളിക്കണ കണ്ട്. മോനിക്ക സത്യം തിയേറ്ററിൽ ഒരാവശ്യമില്ലാത്തൊരു സോങ് പോലെ തോന്നി. പിന്നെ വൈറലായ പാട്ടല്ലേ, ഞാൻ അങ്ങ് ഡാൻസ് കളിച്ച് ഒരു ഉറങ്ങിപ്പോയ, അല്ലെങ്കിൽ നമുക്കൊരു എന്തൊക്കെയോ കാണിച്ച് കൂട്ടം അതിൻ്റെ ഇടയിൽ മോനിക്ക കൊണ്ട് കയറ്റുമ്പോൾ ഞാനും ഒന്ന് തുള്ളി. പിന്നെ അവിടെ കുറച്ച് ചേട്ടന്മാർ ഡാൻസ് കളിച്ച്. മോനിക്ക് സത്യം പറഞ്ഞ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് നിരാശ നൽകിയ ആണ്. അതിൻ്റെ ഒരാവശ്യമില്ലാന്ന് തോന്നി. അപ്പോൾ കൂലി എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആണ്. കൂടെ പറയാമോ, ശ്രുതി ഹസൻ, അയ്യോ ഒരു രക്ഷയില്ല, പള്ളി പറയണ്ടേ, പ്രധാനപ്പെട്ട വേഷമാണേ ചെയ്തത്. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, പറയണമല്ലോ ഇവിടെ. അയ്യോ ഒരു പടം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഹൈപ്പ് നഹി, ചുമ്മാ പോയി കാണുക. പിന്നെ ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മാത്രം അഭിപ്രായം.